ഈ സ്ത്രീ കടന്നു കളഞ്ഞത് കാമുകനോടൊപ്പം. നമുക്ക് എല്ലാവരെയും ഒരുപോലെ പറയാൻ പറ്റില്ല. അതുപോലെ നേരെ തിരിച്ചും ഭർത്താക്കന്മാരും ഇതുപോലെ തന്നെ. ഭാര്യ അന്യനാട്ടിൽ പോയി ജോലി ചെയ്താലും, വീട്ടിൽ ജോലി ചെയ്താലും, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് വരുന്ന ശമ്പളം വാങ്ങുമ്പോഴും, അല്ലെങ്കിൽ ഹൗസ് വൈഫായിട്ട് ഭാര്യ കൂടെ ഉള്ളപ്പോൾ 3 കുട്ടികൾ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ കൂടെ വന്നു എങ്കിൽ, ഈ സ്ത്രീയുടെ കൂടെ അങ്ങനെ ഒരാൾ വന്നു എങ്കിൽ, ആ പുരുഷനും എത്ര തരം പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ ഉള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത്. നിങ്ങളൊക്കെ ജീവിക്കുമെന്ന് ഈ സ്ത്രീ പോയി സുഖമായിട്ട് ജീവിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതായത് ഒരു കറിവേപ്പില കളയുന്ന ലാഘവത്തിൽ ഈ സ്ത്രീ പുറന്തള്ളപ്പെടും. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഷഹാന എന്ന് പറയുന്ന ഒരു സ്ത്രീ പ്രവാസിയായ ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞുമായി തൻ്റെ കാമുകനായ മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെ ഒളിച്ചോടി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വന്ന് കറങ്ങി നടക്കുന്നത്. ഈ പ്രവാസിയായ ആ യുവാവ് തന്നെ വന്ന് മീഡിയസിന് മുമ്പിൽ പറയുന്നുണ്ട്, 8 വർഷമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്, വിവാഹത്തിന് ശേഷം അതായത് 4 വർഷം കഴിഞ്ഞ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുകയാണ്. അത് പോകുന്നതിൻ്റെ കാരണവും പറയുന്നുണ്ട്. വീട് വെക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ യുവാവ് ഗൾഫിലേക്ക് പോയത്. ഗൾഫിൽ പോയതിന് ശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിൽ തിരിച്ചു വരികയും വീണ്ടും ഇങ്ങനെ സാമ്പത്തിക ഭദ്രത ലക്ഷ്യമിട്ടുകൊണ്ട് വീണ്ടും ഗൾഫിലേക്ക് തന്നെ മടങ്ങുകയാണ് ഉണ്ടായത്. ഗൾഫ് ഏത് രാജ്യമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും വെളിയിലേക്ക് ഉള്ള മറ്റ് രാജ്യത്തിലേക്കാണ് പോയി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രവാസിയായിട്ടുള്ള യുവാവ് നമുക്കറിയാം, അവിടെയെല്ലാം വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും, അല്ലെങ്കിൽ കഷ്ടപ്പാട് നിറഞ്ഞ ജോലിയിലായിരിക്കും അവരെല്ലാം. നാട്ടിൽ നിന്ന് പ്രവാസി ജീവിതത്തിലേക്ക് കടക്കുന്ന ഓരോരുത്തരും ജോലി ആഗ്രഹിച്ച്, അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബം വളരെ നല്ല രീതിയിൽ പോകണം എന്നാഗ്രഹിച്ച് തന്നെയാണ് ഓരോ യുവാക്കളും ഓരോ ഭർത്താക്കന്മാരും അവിടെ പോയി കിടന്ന് ജോലി ചെയ്യുന്നതും കഷ്ടപ്പെടുന്നതും ചോര നീരാക്കി പണിയെടുക്കുന്നതും ഒക്കെ ഈ ഭാര്യ കണ്ടുകൊണ്ടിരിക്കുന്നതും. എങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന നല്ല ഭാര്യമാരും ഒരുപാടുണ്ട്. നമുക്കറിയാം, എത്രയോ പേര് ഗൾഫ് രാജ്യത്തിൽ പോയി ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഭാര്യ വഴി കണ്ണുമായി അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു കാഴ്ച നമ്മളെപ്പോഴും കാണുന്നതാണ്. അപ്പോൾ ഒരേ രീതിയിൽ നമുക്ക് ആരെയും വിമർശിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനാവില്ല. പക്ഷേ ഈ സ്ത്രീ കാണിച്ചത് എത്രത്തോളം ഒരു ക്രൂരതയാണ് എന്നുള്ളത് പ്രേക്ഷകരായിട്ടുള്ള ജനങ്ങൾ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇതിനെ ഏത് രീതിയിൽ ഈ സ്ത്രീയെ വിശേഷിക്കണം? ഈ സ്ത്രീ കടന്നു കളഞ്ഞത് കാമുകനോടൊപ്പം. ഈ സ്ത്രീക്ക് സ്വന്തം സുഖസൗകര്യങ്ങൾ നോക്കി മാത്രമാണ് ഈ സ്ത്രീ ചിന്തിക്കുന്നത്. കുഞ്ഞിൻ്റെ കാര്യമോ ഭർത്താവിൻ്റെ കാര്യമോ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇത്തരത്തിലുള്ള സ്ത്രീകളോട് എനിക്ക് ചോദിക്കുവാനുള്ളത് അത് തന്നെയാണ്. ഈ ഭർത്താവ് എന്ന് പറയുമ്പോൾ തൻ്റെ കാണപ്പെട്ട ദൈവമായിട്ട് കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെയുള്ള സ്ത്രീകളെ നമ്മൾ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? നമുക്ക് ഏത് രീതിയിൽ അതിനെ ചിത്രീകരിക്കുവാൻ സാധിക്കും? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞെട്ടലോടെയാണ് നമ്മൾ കേൾക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു വീഡിയോ കാണുവാനിടയായി. പ്രവാസിയായ ഭർത്താവിന് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് തയ്യാറാക്കി വെക്കുന്നു ഭാര്യ. 3 കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ഒരുപാട് സാമ്പത്തിക ഭദ്രത എന്നുള്ള ആൾക്കാരല്ല എന്ന് തോന്നുന്നു. പ്രവാസിയായ ഭർത്താവ് വന്നപ്പോഴേക്കും സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ്, അതായത് ഒരു ബൈക്ക്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ബൈക്ക് വാങ്ങിക്കൊടുക്കുകയാണ്. അദ്ദേഹം അത് അറിഞ്ഞില്ല. നാട്ടിൽ വന്നപ്പോൾ കാണിക്കുമ്പോഴാണ് അദ്ദേഹം അത് അറിഞ്ഞത്. അപ്പോൾ ആ ഭാര്യയുടെ സ്നേഹം, അല്ലെങ്കിൽ ആ ഭാര്യയുടെ കരുതൽ എത്രത്തോളമായിരിക്കും? എത്ര നല്ല കുടുംബത്തിൽ എത്ര നല്ല രീതിയിൽ ജീവിച്ചു വരുന്നവരായിരിക്കും ആ സ്ത്രീയും ഭർത്താവും. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒരുപോലെ പറയാൻ പറ്റില്ല. അതുപോലെ നേരെ തിരിച്ചും ഭർത്താക്കന്മാരും ഇതുപോലെ തന്നെ. ഭാര്യ അന്യനാട്ടിൽ പോയി ജോലി ചെയ്താലും, വീട്ടിൽ ജോലി ചെയ്താലും, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് വരുന്ന ശമ്പളം വാങ്ങുമ്പോഴും, അല്ലെങ്കിൽ ഹൗസ് വൈഫായിട്ട് ഭാര്യ കൂടെ ഉള്ളപ്പോഴും എല്ലാം നല്ല ഭർത്താക്കന്മാരും ഉണ്ട്. നമുക്ക് ഒരിക്കലും ഒരാളെയും പറയാൻ പറ്റില്ല. അത് ഏത് വിഭാഗത്തിലും ഉണ്ട്. നമ്മൾ കുറച്ച് പേരൊക്കെ പറയുന്നിട്ടു ഇന്ന വിഭാഗമായതുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നിട്ടു. ഇതിനകത്ത് ന്യായം കണ്ടെത്താൻ പറ്റുന്നില്ല. അതായത് എല്ലാ വിഭാഗത്തിലും ഉണ്ട്. ഏത് ജാതി അങ്ങനൊന്നുമില്ല. എല്ലാ ജാതിയിലും നല്ല ആൾക്കാർ, നല്ല കുടുംബമായിട്ട് നല്ല സ്നേഹത്തോടെ ജീവിതാവസാനം വരെ ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ ഒരുപാട് പേരെ കണ്ടുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്. അത് ഇന്ന ജാതി മുസ്ലിങ്ങളാകണമെന്നോ ഹിന്ദുക്കളാകണമെന്നോ ക്രിസ്ത്യൻസ് ആകണമെന്നോ അങ്ങനൊന്നുമില്ല. എല്ലാ ജാതിയിലും നല്ല ആൾക്കാരും ഉണ്ട്, മോശപ്പെട്ട ഇതുപോലെയുള്ള സ്ത്രീകളും ഉണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വന്ന സമൂഹത്തിലേക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ പോകുന്ന സ്ത്രീകളൊക്കെ ഈ സ്ത്രീ മറ്റൊരു കാമുകന്റെ കൂടെ പോയപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നാട്ടിലേക്ക് ഇദ്ദേഹം വരാനിരിക്കുമ്പോഴാണ്, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീ മുങ്ങിയിരിക്കുന്നത്, കാമുകന്റെ ഒളിച്ചു പോകുന്നത്. നിങ്ങളൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഒരു ഭർത്താവിന്റെ കൂടെ നിങ്ങൾക്ക് ജീവിതാവസാനം വരെ ജീവിച്ചാൽ പോരെ? എന്താണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിങ്ങൾക്കുണ്ടാകുന്ന തെറ്റ് കാണാൻ പറ്റുന്നത്? അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അവിടെ പോയി കഷ്ടപ്പെടുന്നു, അതാണോ നിങ്ങൾ കണ്ടെത്തേറ്റത്? നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കൂടി പോയിട്ടല്ലേ സ്ത്രീയെ നിങ്ങൾ ഇത് ചെയ്തത്? ഈ സ്ത്രീയെ നമുക്ക് ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ?
ഒരിക്കലുമില്ല. ഈ പോകുന്ന സ്ത്രീകളൊക്കെ സുഖമായിട്ട് ജീവിക്കുമെന്ന് വിചാരിച്ചാണോ നിങ്ങൾ പോകുന്നത്? ഒന്നുമില്ല. മറ്റൊരു ഭാര്യയുടെ ഭർത്താവായിട്ടിരിക്കുന്ന ഇദ്ദേഹത്തിന് കുടുംബവും 3 കുട്ടികളുമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ 3 കുട്ടികൾ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ കൂടെ വന്നു എങ്കിൽ, ഈ സ്ത്രീയുടെ കൂടെ അങ്ങനെ ഒരാൾ വന്നു എങ്കിൽ, ആ പുരുഷനും എത്ര തരംതാണ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സ്ത്രീയോട് നമുക്കറിയാം, പുരുഷന്മാര് ഈ സ്ത്രീയോട്, മറ്റൊരു ആളിന്റെ ഭർത്താവായിട്ടിരിക്കുന്ന ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് അടുപ്പം കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിക്കുമ്പോൾ, ആദ്യത്തെ 1-2 സംസാരം കൊണ്ട് മനസ്സിലായില്ലേ റൂട്ട് മാറുന്നത്? ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും തേർഡ് കോളും ഒക്കെ വരുമ്പോൾ ഈ സംസാരത്തിന്റെ ശൈലി മാറുന്നതും ആ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ ആ റൂട്ട് ഏത് രീതിയിലേക്ക് വഴിതിരിഞ്ഞു പോകുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ സെൻസ് ഇല്ലേ ഈ സ്ത്രീക്ക്? അത് അവിടെ കൊണ്ട് കട്ട് ചെയ്യാനുള്ള ഒരു സാമാന്യ വിവേകം എന്തുകൊണ്ട് കാണിക്കില്ല? ഈ സ്ത്രീ ഒരു ഭാര്യയാണ്, ഒരു കുഞ്ഞിന്റെ അമ്മയാണ്, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്, ആ കുടുംബം നോക്കിക്കൊണ്ട് പോകേണ്ട ഒരു വ്യക്തിയാണ്. സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന്റെ വിളക്കാണ്, ഐശ്വര്യമാണ്. ഭാരത സ്ത്രീയുടെ അഭിമാനം നിലനിർത്തേണ്ട സ്ത്രീകൾ തന്നെയാണ് ഇതുപോലെ ഉള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത്. നിങ്ങളൊക്കെ ജീവിക്കുമെന്ന് ഈ സ്ത്രീ പോയി സുഖമായിട്ട് ജീവിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതായത് ഒരു കറിവേപ്പില കളയുന്ന ലാഘവത്തിൽ ഈ സ്ത്രീ പുറന്തള്ളപ്പെടും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള സമൂഹത്തിൽ ഓരോ വ്യക്തികൾ ഇതുപോലുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും നമുക്ക് ഒരു അതിൻ്റെ ഒരു ന്യായമോ ഇതിൻ്റെയൊക്കെ നീതിയോ ഒന്നും നമ്മൾ എത്ര പറഞ്ഞാലും ഒരു സ്ത്രീക്കും മനസ്സിലാകില്ല. എത്രയോ സ്ത്രീകൾ ഇതുപോലെ കുടുംബം നശിപ്പിച്ചിട്ട് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോകുന്നുണ്ട്. നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത്? നിങ്ങൾക്കൊന്നും ഈ കഷ്ടപ്പാടുകളുടെ മണലാരണ്യത്തിൽ പോയി അന്യദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവിന്റെ ആ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുവാനോ, അദ്ദേഹത്തിന് സ്നേഹം കൊടുക്കുവാനോ, തിരിച്ചു വരുമ്പോൾ ഒന്നിച്ച് വളരെ നന്നായി ജീവിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളെയൊക്കെ എന്താണ് പറയേണ്ടത്? നിങ്ങളെയൊക്കെ എന്ത് രീതിയിലാണ് വിശേഷിപ്പിക്കേണ്ടത്? എന്തായാലും ഇതുപോലെയുള്ള 13 പവന്റെ സ്വർണവുമായിട്ട് കടന്നു കളഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. പോട്ടെ, സ്വർണമോ അല്ലെങ്കിൽ പണമോ ഒക്കെ, അതിനപ്പുറം ജീവിതത്തിനൊരു വില കൽപ്പിക്കാത്ത എന്തുകൊണ്ടാണ്? ജീവിതത്തിനൊരു മഹത്വം കൽപ്പിക്കാത്ത എന്തുകൊണ്ടാണ്? ഭർത്താവിനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒന്നിച്ച് ജീവിക്കാനും അല്ലേ നിങ്ങളൊക്കെ ശീലിക്കേണ്ടത്? അങ്ങനെയല്ലേ നിങ്ങളുടെയൊക്കെ ഓരോ മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കുന്നതും അത് കേട്ട് ജീവിച്ചു വരുന്ന ഓരോ സ്ത്രീക്കും മനസ്സിലാകേണ്ടത് അങ്ങനെയൊക്കെ തന്നെയല്ലേ? അപ്പോൾ കുടുംബത്തിന്റെ ഭദ്രത നോക്കിക്കൊണ്ട് കുടുംബം നല്ല രീതിയിൽ പോകുവാൻ, ആ കുട്ടികൾക്കൊക്കെ എന്തുമാത്രം ഭാവിയിലേക്ക് ദോഷം വരുമെന്നുള്ള കാര്യം കണ്ടറിയേണ്ട കാര്യമാണ് അല്ലേ? 2 പേർക്കും മക്കളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അപ്പോൾ ഈ 2 വീട്ടുകാരുടെയും മക്കള് അനുഭവിക്കുന്ന അവരുടെ ആ ദുരവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചോളൂ. അവർ വളർന്നു വരുന്ന ഒരു സമൂഹത്തിലേക്കാണ് വളർന്നു വരുന്നത് അവര്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ആ നാണക്കേട്, അവർക്കുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകൾ, അതൊക്കെ അത് ഫേസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. ആ കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥ നമുക്കൊക്കെ അനുമാനിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള സ്ത്രീകള് സ്വന്തം കാര്യം മാത്രം നോക്കാതെ കുടുംബത്തിന്റെ ഒരു അവസ്ഥ കൂടി മനസ്സിലാക്കി അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തെ സ്നേഹിച്ച് വരുന്ന ഭർത്താവ് വരുമ്പോഴേക്കും ഭർത്താവിനെ സ്നേഹിക്കുകയും ആ കുടുംബത്തിന്റെ ഒരു കരുതലാണ് ഓരോ സ്ത്രീയും നടപ്പിലാക്കേണ്ടത്. എങ്കിൽ മാത്രമേ ആ കുടുംബജീവിതം ഭദ്രമാകുകയുള്ളൂ. അതുപോലെ തന്നെ അവരെ അംഗീകരിക്കപ്പെടുകയുള്ളൂ. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇത്രയും തരം കാര്യം ചെയ്യുമ്പോൾ ആ സ്ത്രീയെ ഏത് രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ സ്ത്രീയെ എങ്ങനെയാണ് നമ്മൾ അംഗീകരിക്കാൻ പറ്റുക? എങ്ങനെയാണ് നമ്മുടെ ഈ സമൂഹത്തിന്റെ ആ പോക്ക് എന്നൊക്കെ നമുക്ക് ചോദിക്കുമ്പോൾ വളരെ ഞെട്ടലോടെ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.